ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കേൾക്കാലോ അല്ലേ? ആദ്യമായി I would like to thank God, and also I would like to thank Robin Chainod നന്ദി പറയുന്നു. അതുപോലെ തന്നെ അഞ്ജു മാമിനോട് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് റോബിൻ ചാൻ പറഞ്ഞതിൽ ഒരു കാര്യം, നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാൻ ഹോസ്കോട്ടയിൽ നിന്നപ്പം ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എൻഫീൽഡിൽ തന്നെ ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുന്ന ഞാൻ ഇന്ന് ഓർക്കും. So thank you for this opportunity. ഞാൻ സാറ്റർഡേ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് സംസാരിക്കണം. ബിക്കോസ് ഐ വാസ് നോട്ട് ഷുവർ വാട്ട് ടു സ്പീക്ക്. ആൻഡ് ഞാൻ ജോബിൻ ചാനോട് പറഞ്ഞത് ഒരു ദിവസത്തിനകത്ത് ഞാൻ ഒരു ടോപ്പിക്ക് പറയാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വളരെ ഒരു ടസിലായിരുന്നു എന്ത് സംസാരിക്കണം. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഞാൻ കുറെ ടോപ്പിക്സ് ബൈബിൾ സ്റ്റഡി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ദൈവം എന്നോട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി റിമൈൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ദൈവം ഞാൻ സംസാരിച്ചതായിരുന്നു ഒരു 2 വർഷം മുന്നേ ഹോസ്കോട്ടയെ വെച്ച് ഇതുപോലെ ഒരു നോമ്പ് സമയത്ത് സംസാരിച്ചായിരുന്നു. അത് ദൈവം എന്നോട് സംസാരിച്ച ഒരു വേർഡ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. He said, word of God though repeated, it should be reminded. ദൈവവചനം റിപ്പീറ്റ് ചെയ്താലും അത് ഓർമ്മിപ്പിക്കാനുള്ളതാണ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം. So it is important that we remind ourselves sometimes what the Lord wants to speak to us. Even though we repeat it, it's important that we remind ourselves. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം ഒരു 25 to half an hour സംസാരിക്കാം. ഹാവ് എ ടൈം ഓഫ് ഇന്ററാക്ഷൻ എന്നൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഫെലോഷിപ്പ്. നമ്മൾ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല. യൂട്യൂബിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേൾക്കും. ഇറ്റ്സ് എ ഫെലോഷിപ്പ്. എനിക്ക് അതായിരുന്നു ആ ഒരു യൂത്ത് മീറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരാളുടെ തോട്ട് വേറൊരാൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ദൈവം എന്താണ് എല്ലാവരോടും സംസാരിക്കുന്നത് വെരി ഡിഫറെന്റ്, വെരി യുണീക്ക്. ദാറ്റ് മേക്സ് us it edifies us. നമ്മളെ തന്നെ നമ്മൾ ഒത്തിരി അത് എൻകറേജ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ലെസ് ആൻഡ് ലീവ് ഇറ്റ് ടു യു. ബിക്കോസ് ഐ ഫീൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാട്ടി കൂടുതൽ ദൈവത്തിലൂടെ നടന്ന ഒരു അനുഭവം ഉണ്ട്, ദൈവത്തിനോട് കൂടെ നിന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നോളജും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാവ് എ ടൈം ഓഫ് ഇന്ററാക്ഷൻ. സോ ഐ വിൽ കീപ് ഇറ്റ് ഷോർട്ട്. പ്രസന്റേഷൻ വെറുതെ എന്റെ മുഖം കണ്ട് ബോറടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നത്തിങ് ഗ്രേറ്റ്. ഐ വുഡ് ട്രൈ ടു മേക്ക് ഇറ്റ് മോർ റിഫ്ലെക്റ്റീവ്. ഇത് പറഞ്ഞല്ലോ, ഇത് പകുതി നോമ്പുള്ള ദിവസമാണ്. അപ്പം ലെറ്റ്സ് ഹാവ് എ ടൈം ഓഫ് റിഫ്ലെക്ഷൻ. നോമ്പ് സമയത്ത് നമ്മൾ തന്നെ ശോധന ചെയ്യുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ഞാൻ ഈ ടോക്കിന്റെ ഇടയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻസ് ആയി. ആൻഡ് ഫൈനലി ഐ എൻഡ് വിത്ത് 4 or 5 questions for you to think about it. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? വേർ ഡു വി സ്റ്റാൻഡ്? മേ ബി നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് 40 വർഷമായി, 30 വർഷമായി കാണും, 10 വർഷമായി, ചിലപ്പോൾ 2 വർഷമായി കാണും. പക്ഷേ where do we stand? Where do we stand in that whole circle? That's something that we need to think of. So before we start, we like to have a word of prayer. ദൈവമേ കർത്താവേ, സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേര സമയം എനിക്ക് വരാൻ സ്തോത്രം. ടെക്നോളജിക്ക് സ്തോത്രം കർത്താവേ. അടിയന്റെ കുറ്റങ്ങളും കുറവുകളും കണക്കിലാക്കാതെ എന്താണോ നിന്റെ മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മാനവും മാത്രമേ പ്രാർത്ഥിക്കുന്നു. എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞ ഡെയിലി വാക്കിംഗ് വിത്ത് ഗോഡ് എന്നാണ്. നമുക്കറിയാം വാക്കിംഗ് വിത്ത് ഗോഡ് എന്ന കാര്യം നമ്മൾ റെഗുലർലി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് റോബിൻ ചാൻ 2 ആഴ്ച മുന്നേ ചോദിച്ചൊരു ചോദ്യം. റോബിൻ ചാൻ ചോദിച്ചു, ഹൂ ഇസ് ഗോഡ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ദൈവം എനിക്ക് ആരാണ് എന്നൊരു ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു. അപ്പം പല ഉത്തരങ്ങൾ. ഈ ദൈവം രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, ചില വിഷമിച്ചിരിക്കുന്ന ഒരു കംഫർട്ടറാണ്, രോഗികൾക്ക് സൗഖ്യദായകനാണ്. ഇതെല്ലാം ഡിഫറെന്റ് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് ഗോഡ്. ബട്ട് ഇവിടെ ചിലർ ഒരു അത്താണിയാണെന്ന് വരെ
പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ അതിന് റീഫ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു റീഫ്രേസ് ദിസ്. കേൾക്കാലോ അല്ലെ? ഐ ലൈക്ക് ടു റീഫ്രേസ് ദിസ് ക്വസ്റ്റ്യൻ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറെ ചോദ്യങ്ങളിലാണ് ഈ ഒരു ഞാൻ വെച്ചേക്കുന്നത്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൂ ആം ഐ ടു ഗോഡ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദൈവം നമുക്ക് ആരാന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവത്തിന് ഞാൻ ആരാന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കാൻ പറഞ്ഞ ഇപ്പം പ്രൊഫറ്റ് ഈസ് ലൈക്ക് എ ഫാദർ ടു മീ. നമ്മൾ എല്ലാവരും പറയും ഈസ് ലൈക്ക് എ ഫാദർ ടു മീ. നമ്മൾ പലതും പറയും. ഹൂ ആം ഐ ടു ദാറ്റ് പേഴ്സൺ നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് ആ വ്യക്തിക്ക് ഞാൻ ആരാണ്? ഹൂ ആം ഐ ടു ഗോഡ്? ഇപ്പൊ നമുക്ക് യൂഷ്വലി വരുന്ന ഒരു ആൻസർ ആണ്, ഐ ആം ഹിസ് ഡോട്ടർ, ഐ ആം ഹിസ് സൺ. ഞാൻ ആ വ്യക്തിയുടെ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. യോഹന്നാൻ 1:12 നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാര്യം കുറച്ച് വേഴ്സസ് ഉണ്ട്, ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. John 1:12 നമുക്കറിയാം. Whoever who has received him, he has given the right to be called the children of God എന്ന് പറഞ്ഞ നമുക്കൊരു വേഴ്സ് അറിയാം, യോഹന്നാൻ 1:12. അപ്പം ആ വാക്യത്തിൽ ദൈവത്തെ സ്വീകരിച്ച ഇവർക്കും ദൈവം മക്കളായി കൊടുക്കാനുള്ള ഒരു അർഹത, ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് I came to a point where നിങ്ങൾ എല്ലാവരും ദൈവത്തെ സ്വീകരിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. And I'm pretty sure you have done that. So അവിടോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, is that all God wants me to be? ഇതെല്ലാം പേഴ്സണൽ ചോദ്യങ്ങളാണ്. Is that all what God wants me to be? ദൈവത്തിന് ഇത് മാത്രം മതിയോ? ഒരു മകനോ മകളോ ആയി തീരാൻ വേണ്ടി മാത്രമാണ്? ഒരു മകനായി തീരാനോ മകളായി തീരാനോ മാത്രമാണ് ഉപരി ദൈവം എന്നെ വിളിക്കുന്നത്? ചോദിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുക. കീപ് തിങ്കിങ്. യേശുവിനെ പറ്റി സംസാരിക്കുമ്പോൾ യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ എന്നത്, മോസ്റ്റ് കോമൺ ഇൻസ്ട്രക്ഷൻ ജീസസ് ഗേവ് ടു പീപ്പിൾ ഹു ആർ വിത്ത് ഹിം. ദൈവത്തിന്റെ യേശു ക്രിസ്തു ഈ ലോകത്തുള്ള സമയത്ത് ഒത്തിരി ആൾക്കാർ കൂടെ നടന്നവരുണ്ടല്ലേ. He had a lot of people who, what was the most common instruction he gave them? അതുപോലെ തന്നെ what was the last commandment that Jesus gave? ജീസസ് പറഞ്ഞ അവസാനത്തെ കമാൻഡ്മെന്റ് എന്താണ്? നമുക്കറിയാം, മത്തായി 28. അതൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 28:18-20. നമ്മൾ പറയുന്നത് ഗ്രേറ്റ് കമ്മീഷൻ. ഗ്രേറ്റ് കമ്മീഷൻ പവിഞ്ച എന്താണ്? 28. Matthew 28:18-20. ഓക്കെ. യേശു അടുത്ത് എന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാൻ അവിടെ ഒരു വാക്ക് മാത്രം എടുത്ത് ഞാൻ പറഞ്ഞു പോകുന്നു. ഞാൻ ആ വാക്ക് ശിഷ്യത്വം, ശിഷ്യരാക്കി തീർക്കുവിൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആ വാക്ക് എന്ന് പറയുന്ന ഏറ്റവും കമാൻഡ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ദൈവം പറഞ്ഞത് വാസ് ഫോളോ മീ. എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക. ആരാണ് അനുഗമിക്കുന്നത്? ശിഷ്യൻ ഒരു ഗുരുവിനെ അനുഗമിക്കുക. ഡിസൈപ്പിൾ ഫോളോസ് ഹിസ് മാസ്റ്റർ. അവിടെയാണ് ഇത് യേശു 18-23 പ്രാവശ്യം ജീസസ് ഗോസ്പലിൽ പറയുന്നുണ്ട്. ഇത് ഓരോ വേർഷനിലും പല പല വേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിഫറൻസ് ആണ്. 18-23 times been mentioned in the gospel. Jesus says, come follow me. എന്നെ അനുഗമിക്കുക. On average 20 എന്ന് നമുക്ക് എടുക്കാം. Gist of both, it is discipleship. എന്നെ ശിഷ്യത്വത്തിനാണ് കർത്താവ് വിളിക്കുന്നത്. മകനോ മകളോ ആയി തീരുന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ്. പക്ഷേ he wants us to grow, ശിഷ്യയായി തീരാൻ. ഒരു സെക്കൻഡ്. അപ്പം ഈ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജിസ്റ്റ് ഓഫ് ബോത്ത് ഇസ് ഡിസൈപ്പിൾഷിപ്പ്. എന്നെ ഒരു ശിഷ്യത്വത്തിലാണ് കർത്താവ് വിളിക്കുന്നത്. എന്താണ് ഈ വ്യത്യാസം? What is, so before I go into that, so God's desire for all his children is disciples. ദൈവത്തിന്റെ ഇഷ്ടമാണ് അവന്റെ എല്ലാ മക്കളും, ആദ്യമേ എല്ലാ സൃഷ്ടികളും എന്റെ മക്കളായി തീരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ എല്ലാ മക്കളും എന്റെ ശിഷ്യരായി തീരണം എന്ന ആഗ്രഹം.
There's a difference between being a child of God and being a disciple. അങ്ങനെ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. There is a small difference. It's not a specific will. ഇത് പ്രത്യേകമായ ഒരു വിളിയല്ല. ഇത് പൊതുവായ ഒരു വിളിയാണ്. It's a general will. It's a universal call. It's a universal call. It's not a specific call, but it's a general and a universal call. ഇതൊരു ലോകത്തിലെ എല്ലാവരോടും ഉള്ള ഒരു കോളാണ്. ചിലപ്പോൾ പറയുമല്ലോ ഈ പുരോഹിതം അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ ടൈമിലേക്ക് പോകുന്നതൊക്കെ ഇറ്റ്സ് എ സ്പെസിഫിക് കോൾ. പക്ഷെ ഇതിനെ വിളിക്കുന്നത് ഇറ്റ്സ് എ ജനറൽ കോൾ. ഈ ഒരു വ്യക്തിയോടും ഒരു ശിഷ്യനോടും വിളിക്കുന്ന ഒരു വിളിയാണ് become my disciple. God wants us to be his disciple. That's how we grow in. So what is this uniqueness of discipleship from Asher? ഈ പുത്രത്വം ഈ പറയുന്ന ശിഷ്യത്വം തമ്മിൽ എന്താണ് വ്യത്യാസം? What's the difference between discipleship and Asher? It's not an event. ഒരു ഇവന്റ് അല്ല ഇത്. ഇത് ഒരു ദിവസത്തെ ഒരു യാത്രയാണ്. It's a journey that it's a daily journey. ഓരോ ദിവസവും ഉള്ള ഒരു യാത്രയാണ്. ഡെയിലി പ്രോസസ് ആണ്. ഇതൊരു ഒരു ദിവസം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഏഷ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പാട്ടുകാരൻ പറയുന്നത് വണ്ടറസ് ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ്. ഹി ടേക്സ് മൈ പ്ലേസ്, ഐ ടേക്ക് ഹിസ് പ്ലേസ്, ഐ എം ബോൺ ഓഫ് ഹിം ബൈ എ ബ്ലഡ് റിലേഷൻഷിപ്പ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഡിസൈപ്പിൾഷിപ്പ് ഇസ് എ ജേർണി, ഒരു യാത്രയാണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി. ഒരു ദിവസം പോകുന്ന യാത്രയാണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി ദാറ്റ് വി ഹാവ്. ആൻഡ് ദെയർ ഇസ് എ കോസ്റ്റ്. കോസ്റ്റ്, ഒരു വില കൊടുക്കേണ്ട ആവശ്യം. അതാണ് കർത്താവ് ലൂക്ക് 14 പറയുന്നുണ്ട്. ദാറ്റ് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു എളുപ്പമായ കാര്യമല്ല. നമ്മൾ ലൂക്കോസ് 14, 28, 30 വായിക്കാം. ലൂക്ക് 14:28-30. ഓക്കെ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ഇതിൽ ഉദ്ദേശിച്ചത് നേരത്തെ ഉള്ള വേഴ്സസ് ഒരാളെ ശിഷ്യത്തിലേക്ക് വിളിക്കുന്നതാണ്. ഈ കോസ്റ്റ് നമ്മൾ അറിയിക്കുകയാണ് ദൈവം. സോ ദാറ്റ് നീ ഈ വില അറിഞ്ഞിട്ട് വേണം എന്റെ പുറകെ വരാൻ. ഇല്ലെങ്കിൽ പീപ്പിൾ മൈറ്റ് മോക്ക് യു. ആൾക്കാർ പറയും ഇത് എന്താ മണ്ടൻ, തുടക്കം തുടക്കി, പക്ഷേ he didn't complete what he was. There's a cost for discipleship. ഒരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. And that is what God is telling us. Discipleship is not easy. ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ പിൻചെല്ലുമ്പോൾ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 2 Timothy 3:12 അത് ഞാൻ വായിക്കുന്നില്ല, പോകുന്നില്ല. 2 Timothy 3:12 കൂടെ. So, but in spite of everything, we still like to remain as a child. ദൈവത്തിന്റെ ഒരു മകനോ മകളോ മാത്രമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ ശിഷ്യനായി തീരാൻ താല്പര്യം പൊതുവെ ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളെ പറയാല്ല, പൊതുവെ ഉള്ള ഒരു കാര്യം. We like to remain ourselves as children of Christ rather than disciples. Why? As child in Christ, we are protected. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിന്റെ ഒരു അപ്പൻ മകനെ എന്താ പറയാ ചേർത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓരോ ദിവസം വി ലൈക്ക് ടു ബി പ്രൊട്ടക്റ്റഡ്, വി ലൈക്ക് ടു ബി ടേക്കൻ കെയർ ഓഫ്. ഓരോ ദിവസവും നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷനിൽ വളരാൻ, ആ ഒരു എന്താ പറയാ ഒരു സേഫ്റ്റിയിൽ നിൽക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. രണ്ടാമത്തെ 3 പീസ് ആണ്. രണ്ടാമത്തെ വി ലൈക്ക് ടു ബി പ്രൊവൈഡ്. നമുക്ക് തരാൻ നമ്മളെ നമുക്ക് വേണ്ടി നമുക്ക് ഫുഡ് ആണെങ്കിലും നമുക്കുള്ള കാര്യങ്ങളാണെങ്കിലും ബി പ്രൊവൈഡ്. ഒരു കൊച്ചാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലവർക്കും പിള്ളേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You have all had, when you had children, you were provided with food, you were provided with all that the child asked for. ആ ഒരു രീതിയിലാണ് we have been protected, we have been provided, and we have been persistent. നമ്മൾ പിന്നെയും പറയും, മകനെ മകളെ അത് ചെയ്യണം, അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ദൈവം. നമുക്ക് അവിടെ നിൽക്കാനാ താല്പര്യം, അതിൽ നിന്ന് വളരാൻ താല്പര്യമില്ല. We don't want to grow out of that. We like to be protected like a child. We like to be provided like a child. We like to be persistent. പിന്നെയും മകനെ മകളെ ചെയ്യല്ലേടാ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നിൽക്കാനോ ആ ഒരു രീതിയിൽ നിൽക്കാൻ ദൈവത്തിന് അതിൽ ഒരു വിഷമം ഉണ്ടായിട്ടല്ല. But God wants us to grow beyond that. ദൈവത്തിൽ അതിൽ നിന്ന് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to grow beyond just being a child. പുത്രനോ ഒരു പുത്രിയായി മാത്രം നിൽക്കാനല്ല, അതിൽ നിന്നും ഉപരി ദൈവം നമ്മളിൽ ഒരു ശിഷ്യനായി തീരുമ്പോൾ he wants us something more. He doesn't mind, he doesn't
mind protecting us throughout our life. എന്റെ അപ്പ എപ്പോഴും പറയും, ജീവിതകാലം മൊത്തം നിന്നെ എനിക്ക് ഫീഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. God says he has given resources. അപ്പൊ അതിന് വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ desire is to grow back more. But what is a prerequisite of a disciple? A disciple prerequisite എന്തൊക്കെയാണ് അതിന്റെ അത്യാവശ്യമുള്ള ഘടകങ്ങൾ? 3 കാര്യങ്ങൾ. ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഇതിനൊക്കെ ലിമിറ്റേഷൻസ് കാണും. ഒന്ന്, ഡിറ്റർമിനേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. നിശ്ചയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഞാൻ എന്റെ ഗുരുവിനെ പിൻചെല്ലും എന്ന് പറഞ്ഞ ഒരു നിശ്ചയം വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി disciple of Christ. Very determined that I am following my master every day. And it's a daily thing. ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. And it's in your mind. ഇത് മനസ്സിലുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ്, ഡെഡിക്കേഷൻ. സെക്കൻഡ് ഡി ആണ്. എനിക്ക് അതിനുള്ള സമർപ്പണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഹൃദയത്തിലുള്ള സമർപ്പണം. നിശ്ചയം ഇമ്പോർട്ടൻ്റ് ആണ്, സമർപ്പണം ഇമ്പോർട്ടൻ്റ് ആണ്. You need to have a determination, you need to have dedication, and third, you need to have diligence. You need to have ആ ഒരു എന്താ പറയുക, വിശ്വസ്തത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ലൈഫ് ആൻഡ് ഹാൻഡ്സ് എന്ന് പറയാനുള്ള കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You need to be determined, you need to be dedicated, you need to be diligent. ഇത് മൂന്നും വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈപ്പിൾസ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ will not be a very effective. നമുക്ക് ഡെഡിക്കേഷൻ, സമർപ്പണമുണ്ട്, നമുക്ക് ഡെലിജൻസ് ഉണ്ട്, നമുക്ക് വിശ്വസ്തതയുണ്ട്, പക്ഷെ ഡിറ്റർമിനേഷൻ ഇല്ല. will not be a good. You need to have, അതുകൊണ്ടാണ് പറയുന്നത്, when you obey, love the Lord with all your mind, with all your heart, with all your soul. ആ കാര്യം പറയുന്നുണ്ട്, because it's very important that we love him with our mind, our heart, and a life. This is 3 parts. You need to be determined with your mind, you need to be dedicated in your heart. ആ ഒരു സമർപ്പണം വേണം ഹൃദയത്തിൽ, വിശ്വസ്തത വേണം ചെയ്യുന്ന ജീവിതത്തിൽ. ഇത് മൂന്നും ഒരു ശിഷ്യന് അത്യാവശ്യമാണ്. ആൻഡ് കർത്താവിൽ ഒരു ശിഷ്യന് വളരെ അത്യാവശ്യമാണ്. that you need to have this prerequisite. Any one of these, if it's missing, makes it incomplete. ഏതെങ്കിലും ഒന്ന് ഈ മൂന്നെണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ it becomes incomplete. And ഞാൻ പറയുന്നില്ല ശിഷ്യനായി തീരത്തില്ല, it becomes incomplete. So that's why I said we always like to be protected and provided and persisted, but we don't want to take a step for the Lord. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ we are not very happy. നമുക്ക് ആ കംഫർട്ട് സോൺസിൽ നിന്ന് പുറത്തു വരാൻ പല സമയം താല്പര്യം വരാറുണ്ട്. നമ്മൾക്ക് ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. എന്താണ് ഈ വില കൊടുക്കേണ്ടത്? ആ വില കൊടുക്കുന്നത് എന്താണ്? അതൊന്ന് വായിക്കാവോ? ലൂക്കോസ് 9:23. Luke 9:23. And he said to all, if anyone would come after me, let him deny himself and take up his cross daily and follow me. മലയാളത്തിൽ പറയുന്നത് ഈ തന്നെത്താൻ ത്യജിച്ച് അവന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. സോ വി നീഡ് ടു ഡിനൈ ourselves. അതാണ് ഫസ്റ്റ് പറയുന്ന കാര്യം. ഡിനൈ yourself. Denying ourselves is very important in a disciple's life. ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ denying ourselves is very important. അവിടെയാണ് പറയുന്നത് I don't exist anymore. ഞാനില്ല ഈ ലോകത്ത്. പാട്ടുകാരൻ പറഞ്ഞു, it's no longer I who lives, but Christ who lives in me. ഞാനല്ല, ഞാൻ ഇല്ല. No more. When I become a disciple, എന്റെ ഗുരു ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ഗുരുവിനെ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. ഒരു മകൻ അപ്പനെ പോലെ കാട്ടി കൂടുതൽ ശിഷ്യൻ ഗുരുവിനെ കണ്ട് ജീവിക്കുന്ന പോലെ. We need to deny ourselves. I am not the center of my life. Christ is the center. എന്റെ ജീവിതത്തിലെ സെന്റർ ഞാനല്ല, കർത്താവാണ് എന്റെ ജീവിതത്തിലെ സെന്റർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്റെ എല്ലാം, എന്റെ ആംബിഷൻസ് ആയാലും, എന്റെ ഡിസയേഴ്സ് ആയാലും, എന്റെ ടാലൻസ് ആയാലും, എന്റെ റിസോഴ്സസ് ആയാലും, എന്റെ പ്ലെഷേഴ്സ് ആയാലും, ഇതെല്ലാം ദൈവത്തിന്റെ കർത്താവ് എങ്ങനെ കാണാൻ ആഗ്രഹിക്കും അതുപോലെ. So it's no longer I who exists. ഞാനില്ല, കർത്താവാണ്. So it includes my ambitions, desires, talents, resources and pleasures. എറിക് ലിഡിൽ എന്ന് പറഞ്ഞ ഒരാളെ കഥ നമ്മൾ പലവരും കേട്ടിട്ടുണ്ടായിരിക്കും. ചാരിറ്റ്സ് ഓഫ് ഫയർ എന്ന കഥ. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, എറിക് ലിഡിൽ ഒരു റണ്ണർ ആയിരുന്നു, സ്പ്രിന്റർ ആയിരുന്നു. ആൻഡ് ഒളിമ്പിക്സ് ഓടുമ്പോൾ അയാളുടെ ഒരു മിഷണറി ഫാമിലിയിലുള്ള ഒരാളാണ്. ഈ സൺഡേസ് അവർക്ക് ഭയങ്കര, ആ സമയത്ത് സ്കോട്ട്ലൻഡ് ആൻഡ് ഇംഗ്ലണ്ട് വർ വെരി പയസ്. അവർ ഭയങ്കര ഈ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ദിവസങ്ങൾ. അപ്പൊ ഇവരെന്ത് ചെയ്യാൻ, ഈ പുള്ളി യൂസ് ടു റൺ ഡ്യൂറിങ് Sunday, after church and before church, used to run, and that used to affect his sister. So
പുള്ളി പറയായിരുന്നു ആളുടെ സിസ്റ്ററിനോട്, ജെനി, when I run, I feel God's pleasure. When I run, I feel God's pleasure. ഞാൻ ഓടുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ സന്തോഷം കിട്ടും. Because it's no longer he who lived, but Christ who lived in him. And he went on to win the Olympics, which അതിനും വേറൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു. He was supposed to run on a Sunday, and he said, no, I won't run on a Sunday. And he ran on a different day for a different event. അയാൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തല്ല, പക്ഷെ ദൈവം കരുത്ത് കൊടുത്തു. And he won the Olympics. അത് കഴിഞ്ഞിട്ട് he went on to become a missionary in China. അവിടെ വെച്ചാണ് മരിക്കുക പോകുന്നത് എറിക് ലിറ്റിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചാരിറ്റ്സ് ഓഫ് ഫയർ കാണും. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് ഇറ്റ് ഷോസ് അബൌട്ട് ഹൂ ഇറ്റ് ഈസ് ടു ഡിനൈ മൈസെൽഫ്. ഐ ഡോണ്ട് നോ ലോnger live, but Christ who lives. ഡെയിലി ഡിനയൽ, ഇത് ഡെയിലി ഇവന്റ് ആണ്. ബിക്കോസ് ഡെയിലി പുതിയ സ്ട്രഗിൾസ് ആണ്, ഡെയിലി നമുക്ക് ഡിഫറെന്റ് സ്ട്രഗിൾസ് ആണ്. ഓരോ ദിവസവും, ഇന്ന് ഒരു ദിവസം ഞാൻ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും ഞാൻ ഡിനൈ ചെയ്യണം. അവിടെയാണ് വരുന്നത്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് Romans 7, the tussle between the carnal man and the spiritual man. ആത്മീയ മനുഷ്യനും ജഡീയ മനുഷ്യനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ചെയ്യേണ്ടാത്ത ഞാൻ ചെയ്യുകയും, ഈ ചെയ്യാതിരിക്കേണ്ട കാര്യം ഞാൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. What I want to do, I don't do. What I'm supposed to do, I don't do. And what I don't want to do, I do. Because there's a tussle that happens. ആ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. And every day you need to deny myself. Result എന്താണ്? You grow into a likeness. ദൈവത്തെ പോലെ ആയി മാറും. You grow into him. Because നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ you suppress that carnal man and you feed that spiritual man. So you grow into a likeness. ആ പാട്ട് പാടുമ്പോൾ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ പോലെ ജീവിക്കാൻ ഇവയെ കാണിച്ചു. ആ ഒരു യേശുവെ പോലെ you will grow into his likeness every day. And what is the manifestation? ഒത്തിരി manifestations ഉണ്ട്. ഒരു വലിയ manifestation എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റവരെ സ്നേഹിക്കുന്നത് സെൽഫ്ലെസ്. നമ്മൾ ഒട്ടും ഒരു കണ്ടീഷൻസ് അപ്ലൈ ഇല്ലാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കും. നമ്മൾ ഒരിക്കലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല ഒരാളെ സ്നേഹിക്കും. വിതൗട്ട് കണ്ടീഷൻസ് ലവ് അനദർ പേഴ്സൺ. ഞാൻ ഈ ഒരു ആളുടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോൺ ഹോഫർ എന്ന് പറഞ്ഞ ഒരു, പലവരും കേട്ടിട്ടുണ്ടായിരിക്കും, പല അച്ഛന്മാരും എൻ്റെ കോട്ട് ചെയ്യുന്ന ഒരാളാണ്. When Christ calls a man, he bids him to come and die. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ, കർത്താവ് ഒരാളെ വിളിക്കുമ്പോൾ വാ ഒന്ന് മരിക്കാനാണ് വിളിക്കുന്നത്. Never calls us to, ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയാണ്. He calls him to die. മരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. And God calls us also. He calls us disciples. He calls us, are you ready to give up your life? അതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. സെക്കൻഡ് തിങ് ഇവിടെ പറയുന്നത് ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് നിർത്താണ്. ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്. ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്, നമുക്കറിയാം ക്രോസ് പഴയ കാലത്ത് ഒരു നിന്നാ പ്രാർത്ഥന. It was a time of ridicule, most painful and humiliating death. ഒരിക്കലും ഒരു യഹൂദൻ മറ്റൊരാളെ ക്രൂശിച്ച് മരിപ്പിക്കുന്നില്ല. റോമൻസ് മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. It symbolizes shame, opposition and suffering. അത് ഒരാളുടെ ജീവിതത്തിൽ shame, opposition and suffering. ഒരു ഡിസൈപ്പിളിന്റെ ജീവിതത്തിൽ ഇതുണ്ടാവും. ഷെയിം കാണും. He'll have opposition, definitely, because you are not with the world. നമ്മൾ ഈ ലോകപ്രകാരം അല്ല ജീവിക്കുന്നത്. ലോകത്തിന്റെ ലോകക്കാർ പറയും നമ്മൾ മണ്ടന്മാരാണ്. പക്ഷെ there'll be lot of shame. People who ridicule us. I live in YMC. Very, very, very honestly, let me tell you that there are a lot of atheists. Atheist ആയ ആൾക്കാർ വരും. പല സമയം മെസ്സി കഴിക്കാൻ പോകുമ്പോൾ ദൈവത്തെ പറ്റി സംസാരിക്കുമ്പോൾ പറയും, എന്തുവാടാ പറയുന്നത്, ഇത് വേറെ സാരൊന്നും ചെയ്യാനില്ലേ, വേറെ better things to do in life. ദൈവത്തിന്റെ പറയുന്നത്. And they are all, mind you, മാർത്തോമ, CSI, ഓർത്തഡോക്സ് പള്ളിയിലാണ് ആൾക്കാരാണ്. All very Syrian Christians who are here. അവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. God, we are in the mind of people who call us fools. There will be oppositions, not just friends. We'll have opposition even from the government, and we are doing that, and there will be suffering. നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളും വരും. Because we are not of this world. ഈ ലോകപ്രകാരമുള്ളവരല്ല. Jesus does not say it would happen. ദൈവം പറയുന്നില്ല ഇത് നടക്കുമെന്ന് പറയുന്നില്ല. പക്ഷെ ദൈവം പറയുന്നത്, are you willing? Are you willing എന്നാണ് പറയുന്നത്. And my question is, am I willing? ഞാൻ തയ്യാറാണോ ഇതിനു വേണ്ടി? ഈ കുരിശെടുക്കാൻ ഞാൻ തയ്യാറാണ്? ഇതെന്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്. ഞാൻ ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ്.
ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുമ്പോൾ am I willing to take up this cross of Christ? ഓരോ ദിവസവും ഞാൻ ഈ കുരിശെടുക്കാൻ തയ്യാറാണോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. God doesn't say it would happen. Definitely happen എന്ന് പറയില്ല, നടക്കാതിരിക്കും. പക്ഷെ am I ready for that? Am I willing to be able to take up this cross? മൂന്നാമത്തെ കാര്യം, ഇതിൽ 4 ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അത് ഇറ്റ് നീഡ്ന്റ് ബി ഓർഡറിലൊന്നും അല്ല. പക്ഷെ തേർഡ് വൺ ഇസ് ഒബീഡിയൻസ്. അനുസരണ ഇസ് എ കീ ടു ഡിസൈപ്പിൾഷിപ്പ്. ഒരു ഗുരുവിനെ അനുസരിക്കാത്ത ഒരു ആളും ശിഷ്യനായി തീരത്തില്ല. Key to discipleship is obedience. Unless you obey, you will never be a true disciple. Not because we are supposed to. നമ്മൾ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, but not out of obligation, but because out of gratitude. സ്നേഹത്തോടെയും ആ ഒരു നന്ദിയുടെ പ്രകാരമായിരിക്കും നമ്മൾ അനുസരിക്കും. ദൈവം ആരാണ്, ഈ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ വേറെ എന്ത് ചെയ്യാൻ പറ്റും? I can't do anything more. All that I can do is obey him. എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. That's all. It's out of love. നമ്മൾ ഈ ഒരു സമയത്ത് അപ്പനും അമ്മയെ അനുസരിക്കുന്ന പേടിയുണ്ട്. പിന്നെ നമ്മൾ അനുസരിക്കുന്നത് is because we love them. നമ്മൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു പ്രായം കഴിയുമ്പോൾ we obey them because we love and care for them. We out of love and gratitude. That is what God wants us to do. അതാണ് ഒരു മെച്യൂരിറ്റി ഇൻ ക്രിസ്ത്യൻസ് ലൈഫ്. നമ്മളിങ്ങനെ ഒരു കുഞ്ഞായി ഇരിക്കാൻ മാത്രമല്ല, നമുക്കതായിരിക്കും വരും. പക്ഷെ ഒരു അപ്പൻ എന്ന രീതിയിൽ അപ്പന് നമ്മൾ വളരണം എന്നൊരാഗ്രഹം. ജോൺ സ്റ്റോർട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെസ്റ്റ് ഓഫ് ട്രൂ ലവ് ഇസ് ഒബീഡിയൻസ്. ടെസ്റ്റ് ഓഫ് ട്രൂ, നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അനുസരിക്കും. ദൈവത്തെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അതേസമയം I know it's not every day, but sometimes we need to think. ഞാൻ പെട്ടെന്ന് പോവാണ്, എനിക്കറിയാം സമയം തീരാറായി. നറിഷ്മെന്റ്. A balanced diet is important for physical growth. Balanced spiritual diet is also important. ഇത് ചില സമയം നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരു ബാലൻസ് സ്പിരിച്വൽ ഡയറ്റ്. നമ്മൾ ഇന്നും പാല് കുടിച്ച് വളർന്ന ആൾക്കാരാണ്. ഇന്നും കട്ടിയാഹാരം കഴിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഇന്നും വളരെ we like to be small babies who drink milk. നമുക്ക് കട്ടിയാഹാരം പറ്റില്ല. It's important. If you have to grow in the Lord, we need to have solid food. Am I still having milk or solid food? 1 കൊരിന്ത്യർ 13:12 പറയുന്നുണ്ട്. റോബിൻ ഒന്ന് വായിക്കാം, മലയാളത്തിൽ ഒന്ന് വായിക്കാം. 1 Corinthians chapter 3:12 അല്ലേ? ഓക്കെ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതാണ് എന്റെ റെഫറൻസ് മാറിപ്പോയി. 3:12 അവിടെ പറയുന്നുണ്ട് കട്ടി ആഹാരവും പാലിനെ പറ്റിയും പറയുന്നുണ്ട്. Am I still having milk or solid food? ഞാൻ പാല് കുടിക്കുകയാണോ അത് കട്ടി ആഹാരം കഴിക്കുകയാണ്? Because God wants us to have solid food. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. അവിടെ പൗലോസ് പറയുന്നത് ഞാൻ പാലാണത്. Because they were not mature. But when we are mature in the Lord, we need to have solid food. It's important that we have solid food. Unless you have solid food, you will never grow. നമുക്കറിയാം പാൽ നല്ലതാണ്. നമുക്ക് ഒരു കൊച്ചിന് it's good for the growth, but it's not sufficient അല്ല. ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമ്മൾ ചില സമയം ചിലവരുണ്ട്, എനിക്കറിയുന്നവരുണ്ട്, സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ട് വരുന്നത്, ചിലപ്പം അങ്ങനെ മാത്രം ചെയ്യുന്നവരാണ്. But we really take the Lord seriously. നമ്മൾ ശരിക്കും ദൈവവചനം പഠിക്കുന്നു. അത് പഠിക്കുന്നുണ്ടോ, ആ പഠിച്ച് അതിനെ മനസ്സിലാക്കുന്നു. Like we still on milk or are we on solid food? നമ്മൾ ഇന്നും പാല് കുടിച്ച് ജീവിക്കുകയാണോ, അത് ഇന്നും നമ്മൾ കട്ടി ആഹാരം കഴിക്കുന്നു? Milk is important, but it's not sufficient. നമ്മളോട് തന്നെ ചോദിക്കും. ഇതൊക്കെ ഈ ഉത്തരങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. Have a time of reflection. So what prevents us from following him? ഞാൻ തീരാറായി. I will finish it soon. What prevents us from following? എന്താണ് നമ്മളെ 3 A's? ഞാൻ നേരത്തെ പറഞ്ഞു 3 P's for because providence, provided, protection and persistence. 3 D's for determination, dedication and diligence. ഇവിടെ 3 A's ആണ്.
ഒന്ന് അക്സെപ്റ്റൻസ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ലോകം എന്നെ അക്സെപ്റ്റ് ചെയ്യും, ഈ മറ്റവർ എന്നെ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ ഡിസൈപ്പിൾ ആയി കഴിഞ്ഞാൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും, ഈ ബാക്കി എല്ലാവരും മുമ്പിൽ ഞാനൊരു മാറ്റർ ഓഫ് എഡിക്യൂഡ് ആവത്തില്ല. അക്സെപ്റ്റൻസ് ഇസ് എ ബിഗ് തിങ് ഫോർ ഹ്യൂമൻ. ഓരോരുത്തർക്കും നമ്മുടെ സെൽഫിൽ അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു പേടി കൊണ്ടാണ് പല സമയം വി പ്രിവെന്റ് us from following. സെക്കൻഡ് ഇസ് അപ്രിഹെൻഷൻ. പേടി കൊണ്ടാണ്. മറ്റുള്ളവർ എന്ത് പറയും, അവരെന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ ഇത് എന്തായി മാറും, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ എന്റെ ആഹാരം എന്താ, എന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള അപ്രിഹെൻഷൻ. ആൻഡ് തേർഡ് ഇസ് അറഗൻസ്. അറഗൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ പെട്ടെന്ന് അറിയത്തില്ല, നമ്മുടെ ഉള്ളിലുള്ള പ്രൈഡ്. ചിലവർ പറയും, ഇതൊന്നും അല്ലടാ, ഇതൊക്കെ വേണ്ട എന്ന് പറയും. ചിലവർ അതിന് ഇഗ്നറൻസ് എന്ന് പറയും, ചിലവർ അറഗൻസ് എന്ന് പറയും. അക്സെപ്റ്റൻസ്, അപ്രിഹെൻഷൻ ആൻഡ് അറഗൻസ്, ഇത് മൂന്നും is preventing us from being. ഏതാണ് നമുക്കുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. Is it because I'm scared of people's acceptance? Am I apprehensive about what people think of me? Or am I out of arrogance I'm not following? അവസാനമായി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അവസാനിക്കാൻ തുടങ്ങി. 9:55 ആയി. ഞാൻ ചില ചോദ്യങ്ങൾ മാത്രം പറഞ്ഞു. നമ്മളോട് തന്നെ ചോദ്യം, ഈ ഒരു നോമ്പ് കാലത്ത്, നോമ്പ് നമുക്ക് ഉള്ളത് ഐ ഫീൽ സെൽഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ സമയമാണ്. നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന, ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട സമയമാണ്. ഞാൻ ശരിക്കും ദൈവത്തിന്റെ ശിഷ്യനാണോ, മകനാണോ, എന്താണ് ഞാൻ, വാട്ട് ആം ഐ ഇൻ ദ ലോർഡ്, ഞാൻ ദൈവത്തിൽ ആരാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം. ആം ഐ സീരിയസ് അബൌട്ട് മൈ റിലേഷൻഷിപ്പ്? എന്റെ കർത്താവിന്റെ ആയിട്ടുള്ള ബന്ധത്തിൽ ഞാൻ സീരിയസ് ആണ്, അതോ ഞാൻ ലൂക്ക് വാം? നമ്മുടെ പ്രശ്നം ഏതാണ്? നമ്മൾ ശീതോഷ്ണവാന്മാരാണ്. നമ്മൾ ഒന്നെങ്കിൽ ശീതവാനാണ് അല്ലെങ്കിൽ ഉഷ്ണവാനാണ്. നമ്മുടെ പ്രശ്നം നമ്മൾ രണ്ടിന്റെ ഇടയ്ക്കാണ്, ശീതോഷ്ണവാന്മാരാണ്. Either you become warm or hot. Our problems, that is the greatest problem in our life. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. We want the best of both worlds. രണ്ട് ലോകത്തിന്റെയും ബെസ്റ്റ്. ഈ ലോകത്തിന്റെയും വേണം, ആ ലോകത്തിന്റെയും വേണം. God says, decide once. Either you lose this world and gain there, or do the opposite. Because we want the best of both worlds. അതാണ് നമ്മുടെ പ്രശ്നം. Am I serious about my relationship? നമ്മൾ ഭർത്താവക്കാർ മെയിൻലി പ്രോബ്ലം എന്ന് പറയുന്നത് we are lukewarm. But if we have to grow as a സഭയായിട്ട് നമ്മൾ വളരാനും വ്യക്തികളായിട്ട് വളരാനും, because we are not true disciples. നമ്മുടെ പൂർവികർ, എൻ്റെ അമ്മച്ചിയൊക്കെ പറയായിരുന്നു, പണ്ടത്തെ ഉള്ള ഒരു ഉണർവ്, പണ്ടത്തെ ഉള്ള ഒരു റിവൈവൽ ഒക്കെ ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് they knew who the God was. അവരുടെ ദൈവമാരാന്ന് അവർക്ക് അറിയാമായിരുന്നു. They knew who the disciples, they were true disciples. എന്താണെന്ന് അറിയാം. നമുക്കിപ്പം we have the pleasures, നമുക്ക് എല്ലാ കംഫർട്ട്സും ഉണ്ട്. Forget who our God is and we take it for like we do not serious about our relationship. രണ്ടാമത്, am I just a child of God or am I his disciple? ഞാൻ വെറും ഒരു കർത്താവിന്റെ മകനായി മാത്രമേ ഇരിക്കുകയാണോ? ഒരു കാര്യമുണ്ട്, ഡിസൈപ്പിൾ ആകുമ്പോൾ I don't end becoming a child of God. I am a child of God, but I am going to become a disciple of Christ. ഓരോ ദിവസവും ഞാൻ ഒരു ശിഷ്യനായി വളരുകയാണ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മകനായി, മകളായി അതുകൊണ്ട് ഞാൻ നിൽക്കുകയല്ല. ജസ്റ്റ് ലൈക്ക് ഒരു തിരുമേനി ആയിക്കഴിഞ്ഞാൽ തിരുമേനി ഒരു അച്ഛൻ തന്നെയാണ്. അച്ഛനും തിരുമേനിയും there's no difference. Likewise, I'm saying that you are still a child of God, but am I growing to be a disciple of Christ? മൂന്നാമത്തെ, what is preventing me from becoming Christ? Is it these 3 years or is it something else? ഓരോരുത്തർക്കും ഓരോ സ്ട്രഗിൾസ് ആണ്. എനിക്കുള്ള സ്ട്രഗിൾ അല്ല റോബിൻ ചാനുള്ള സ്ട്രഗിൾ അല്ല അഞ്ജു മാമിന്. ഓരോരുത്തർക്കും ഓരോ സ്ട്രഗിൾ ആണ്. What is my struggle? What is preventing me from becoming a disciple? Is there anything I'm attached to? എന്തെങ്കിലും ഉണ്ടോ ഞാൻ അറ്റാച്ച്ഡ് ആയത്? Anything that has an attachment on me? എന്നിലേക്ക് കർത്താവിന് മുമ്പിൽ ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും പോലും എന്നെക്കാട്ടി കൂടുതൽ സ്നേഹിക്കുന്നവർ is not worthy of me. Is there something that is more attached to me? Maybe it's my phone, maybe it's something else. What is having more attachment to me? What has an attachment on me? എന്നിലേക്ക് എന്തിനാണ് ഒരു ആകർഷണം, ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്? Something that we need to think. Finally, how much of me does God have? എന്റെ എത്രമാത്രം ദൈവത്തിലുണ്ട്? പൂർണ്ണമായ ദൈവത്തിന്റെ കയ്യിലാണോ, അത് എന്റെ കുറച്ച് ഭാഗം ഞാൻ മാറ്റിവെച്ച് ബാക്കിയാണോ ദൈവത്തിന്റെ? Something that we need to think. ഈ 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുക. Have I given myself completely? Have I given myself? ഈ ഒരു നോമ്പ് സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ കമ്മിങ് 1 വീക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം
and think, where do we stand? Because if you're serious about this, Lord, we need to know where we stand. Because that's our God's desire. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മുടെ ദൈവം ഒരു ശിഷ്യനാവാൻ ശിഷ്യയാവാൻ തീരാൻ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളോട് തന്നെ ചോദിക്കുന്നത്. LDL എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇറ്റ്സ് ലവ്, ഡിവോഷൻ, ലോയൽറ്റി. എന്റെ കംപ്ലീറ്റ് ലവ്, എന്റെ കംപ്ലീറ്റ് ഡിവോഷൻ, കംപ്ലീറ്റ് ലോയൽറ്റി അതോ ഞാൻ എന്റെ കുറച്ച് ഭാഗം മാറ്റിവെച്ച് എന്റെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ എന്റെ പ്ലഷേഴ്സിന് വേണ്ടി മാറ്റിവെച്ച് ബാക്കി മാത്രമേ ദൈവത്തിന് കൊടുക്കൂ. Where do I stand? How much of me does God have? I'm ending. So let's ask God to perfect what is lacking. എന്താണ് എന്നിൽ കുറവ്, അതിനെ പൂർത്തീകരിക്കുക. Please help me to perfect what is lacking. Is there something that is lacking in me? Lord, help me to perfect it. Only by your grace that I can fulfill it. Let's ask for God for His grace. Because it's grace that brought us thus far. Grace shall lead us. Beautiful, amazing grace. Grace that brought us thus far. കൃപയാണ് ഇത്രയും മാത്രം നമ്മളെ കൊണ്ടുവന്നത്. കൃപയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പറയുന്ന പോലെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളിൽ ഞാൻ അനുഗമിച്ചിരുന്നു, ഞാൻ അവനോട് ചുവടുകൾ. Depend on His grace. He shows me the way. Every step, ഓരോ ചുവടുകളും ദൈവം എനിക്ക് കാണിച്ചു തരാം. I follow His every footstep, and that is depending on Him completely. So where do we stand? Maybe നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും. Let's ask Him for His grace. ദൈവകൃപയ്ക്ക് വേണ്ടിയാണ്. And these 5 questions I want you to think about it. I'm sorry, 10 മണിയായി, I'm becoming late, but I wanted it to be short. And maximum 10 slide പോലെ 9 slide. Okay, I wanted you to think on this because if you are serious about God, it's important that we become His disciple. ഒരു മകനുമായി മാത്രം ശിഷ്യനായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കും.